എല്ലാവിധ പഴയ നാണയങ്ങളും നോട്ടുകളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ആ കാണുന്ന റോഡ് റെയിൽവേ സ്റ്റേഷനിലോട്ടും അതേപോലെ തന്നെ വലിയങ്ങാടിയിലോട്ടുള്ള റോഡാണ്. നമുക്ക് പോകേണ്ടത് എന്താ, ഇവിടുന്ന് നേരെ ഇടത്തോട്ട് അങ്ങോട്ട് തിരിയണം. ഇത് SM സ്ട്രീറ്റിൽ നിന്ന് വന്ന് മുട്ടുന്ന റോഡാണ്. ഈ ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോയിട്ട് നമ്മൾ വലത്തോട്ട് തിരിയണം. ആ റോഡാണ് കമ്മത്ത് ലൈൻ. അപ്പം നമ്മുടെ കോഴിക്കോടങ്ങാടി പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാഴ്ചകൾ കാണാം. നമ്മുടെ കോഴിക്കോടങ്ങാടിയിലെ സ്വർണ്ണത്തെരുവ്. നമ്മൾ ഈ നടക്കുന്ന റോഡിൻ്റെ ഇരുവശവും ജ്വല്ലറികളാണ്, സ്വർണ്ണക്കടകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് സ്വർണ്ണത്തെരുവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ശരിക്കുള്ള പേര് കമ്മത്ത് ലൈൻ എന്നാണ്. കമ്മത്ത് ലൈൻ. ഇതിൻ്റെ നമ്മൾ നടക്കുന്ന ഈ റോഡിൻ്റെ രണ്ട് വശവും ജ്വല്ലറികൾ മാത്രമാണുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ പണിയുന്ന സാധനങ്ങളും സ്ഥലങ്ങളും ഒക്കെയാണ്. ഈ കമ്മത്ത് ലൈനിൽ ഏറ്റവും കൂടുതലുള്ളത് സ്വർണ്ണക്കടകളാണ്, കൂടാതെ സ്വർണ്ണപ്പണിക്കാരും. അങ്ങനത്തെ ഒരു സ്ഥലമാണ് കോഴിക്കോടുള്ള ഈ കമ്മത്ത് ലൈൻ. ഇത് പാളയത്തിനും റെയിൽവേ സ്റ്റേഷനും ഒക്കെ അടുത്താണ്. SM സ്ട്രീറ്റിനും ഒക്കെ അടുത്തായിട്ടാണ് ഈ കമ്മത്ത് ലൈൻ സ്ഥിതി ചെയ്യുന്നത്. സ്വർണ്ണക്കടകളുടെ ഒരു തെരുവ് തന്നെയാണിത്. അതുകൊണ്ട് നമുക്കിതിനെ സ്വർണ്ണത്തെരുവെന്ന് ഞാനിട്ട പേരാണ്. നല്ല തിരക്കുള്ള ഒരു ഏരിയയും കൂടിയാണിത്. പക്ഷേ ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച അധികം സ്വർണ്ണക്കടകളൊന്നും തുറന്നിട്ടില്ല. നമ്മുടെ കോഴിക്കോടങ്ങാടി എന്ന വീഡിയോയിൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കും. അപ്പോൾ അത് കാണാത്തവർക്കൊന്ന് കണ്ടു നോക്കിക്കൊള്ളു. നമ്മളിവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ഒരു ഉള്ളിയോടെ SM സ്ട്രീറ്റിനോട് ചേർന്ന് തന്നെയാണ് ഈ കമ്മത്ത് ലൈൻ സ്ഥിതി ചെയ്യുന്നത്. ഈ കമ്മത്ത് ലൈനിൽ ഒരുപാട് സ്വർണ്ണക്കടകളുണ്ട്. രണ്ട് വശവും സ്വർണ്ണക്കടകളാണ്. അതിനാണ് അപ്പം അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൺഡേ ആയതുകൊണ്ട് എല്ലാ ഷോപ്പുകളും ഓപ്പൺ അല്ല. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതേ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പാളയത്തേക്കുള്ള റോഡാണ്. ഈ റോഡിന് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സ്വർണ്ണക്കടകൾ കാണാം. ഈ ലൈനിലാണ് നമ്മുടെ VNM സ്വർണ്ണക്കട. അതുപോലെ തന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറേ സൺഡേ മാർക്കറ്റിലെ സാധനങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. അതും കൂടി ഒന്ന് കണ്ടു നോക്കാം.
സൺഡേ ആയതുകൊണ്ട് സൺഡേ മാർക്കറ്റാണ്. ഈ കാണുന്ന ചെരുപ്പുകളൊക്കെ നല്ല വിലക്കുറവിൽ കിട്ടും. ചെറിയ മൈന്യൂട്ട് ഡിഫക്റ്റുകളൊക്കെ ചില ചെരുപ്പിന് കാണാം. അതുപോലെ തന്നെ ഡ്രസ്സുകളും എല്ലാ സാധനങ്ങളും നമുക്ക് നല്ല വിലക്കുറവിലൂടെ കിട്ടും. ഇനി നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇത് കണ്ടോ, നാണയങ്ങൾ കണ്ടോ? നമ്മുടെ ഇവിടെ എടുക്കാത്തതും എടുക്കുന്നതുമായ ഒരുപാട് നാണയങ്ങളുണ്ട്. അതുപോലെ തന്നെ നോട്ടുകളും, പഴയ നോട്ടുകളും, നിർത്തിയ നോട്ടുകൾ, നിരോധിച്ചത്, അങ്ങനെയുള്ള ഒരുപാട് നാണയങ്ങളും നോട്ടുകളും നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങാട്ടോ. നിനക്ക് എത്ര ഉണ്ട്? അതെവിടെ? 300 രൂപ. നമ്മളിതിനു മുമ്പേ നമ്മുടെ സൺഡേ മാർക്കറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കിക്കോളൂ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ഇതുണ്ടോ, 3D ചിത്രങ്ങളാണ് ഇതൊക്കെ. 3D ആണ്, നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങോട്ട് നോക്കിയേ, നല്ല നിലവിളക്കുകൾ, അതേപോലെ തന്നെ ദൈവങ്ങളുടെ പ്രതിമകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നോട്ട് ബുക്കുകളും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ബസ് 5:30-ക്കാണ്. ഇപ്പോൾ 5 മണി ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് കടലയൊക്കെ വാങ്ങിയിട്ട് മാനാഞ്ചിറയിൽ ഇരിക്കുകയാണ്. കമ്മത്ത് ലൈനിൽ നമ്മൾ കുറച്ച് കാലം കറങ്ങി, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ? കമ്മത്ത് ലൈനിൽ നമ്മുടെ സ്വർണ്ണത്തെരുവ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പുതിയ കാഴ്ചകളുമായി വീണ്ടും വരാം. ബസ് വരുന്നവരെ ഞാനിവിടെ തുടരും. ബൈ ബൈ.